കഥയെ ആരംഭിക്കുന്നത് മധ്യവയസ്കനായ ഒരു വ്യക്തിയിൽ നിന്നുമാണ്. അന്നൊരു മുറിയിലിരുന്ന് അയാൾ ആംഗ്യഭാഷയിൽ ഒരു ലേഡിയോട് സംസാരിക്കുകയായിരുന്നു. അയാൾ അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു കാർ ഒരു നായയെ ഇടിച്ചു തെറിപ്പിച്ചത്രേ. അത് കണ്ട അയാളുടെ ശരീരം ആസകലം വിറച്ചുപോയി. ആ മധ്യവയസ്കന്റെ പേര് ഷാക്കിബ് എന്നാണ്. ഷാക്കിബ് അന്ന് ഒരു വേശ്യാലയത്തിൽ വന്നിരിക്കുകയായിരുന്നു. ലതാൻ എന്ന പേരുള്ള ഒരു സ്ത്രീയോടാണ് ഷാക്കിബ് സംസാരിക്കുന്നത്. ഷാക്കിബിന്റെ ഭാര്യയും കുട്ടിയും മുമ്പ് ഒരു ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതിൽ പിന്നെ ഷാക്കിബ് വീടും മറ്റുമില്ലാതെ തെരുവിലലയുന്ന വ്യക്തിയായി മാറി. ഒരാശ്വാസത്തിന് സംസാരിക്കാനും സമയം ചിലവിടാനും അയാളൊടുവിൽ എത്തിച്ചേർന്ന ഇടമായിരുന്നു ആ വേശ്യാലയം. ലതാനടുക്കൽ ആംഗ്യഭാഷയിൽ അയാൾ മനസ്സ് തുറന്ന് സംസാരിക്കും. ലതാൻ ഊമയും ബധിരയുമാണ്. പക്ഷേ ആംഗ്യഭാഷ വശമുള്ളതുകൊണ്ട് തന്നെ ഷാക്കിബിന് അവരോട് നല്ല രീതിയിൽ എപ്പോഴും സംസാരിക്കാൻ പറ്റുമായിരുന്നു. അന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോ ലതാന്റെ അടുത്ത കസ്റ്റമർ വന്നു. ഷാക്കിബിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. അറിയാതെയാണെങ്കിലും ലതാനെ അയാൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ലതാനടുക്കൽ മറ്റ് കസ്റ്റമേഴ്സ് വരുന്നതൊന്നും ഷാക്കിബിന് തീരെ പിടിക്കുന്നില്ല. പക്ഷേ നിസ്സഹായനായ ഒരു പാവം മനുഷ്യൻ ഇതിനൊക്കെ എന്തു ചെയ്യാനാണ്? ഷാക്കിബ് അവിടെ ഒരു ഷോപ്പിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. ഷാക്കിബിന് അമിത വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ചെറിയ ജോലികൾ ചെയ്യാനേ അയാൾക്ക് സാധിച്ചിരുന്നുമുള്ളൂ. വീടില്ലാത്തത് കൊണ്ട് ഷോപ്പിനോട് ചേർന്നും ഷോപ്പിലുമൊക്കെ ആയിട്ടായിരുന്നു ഷാക്കിബിന്റെ താമസം. പക്ഷേ ഷോപ്പ് മാനേജർ കുറച്ചായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഷോപ്പ് മാനേജർ പറഞ്ഞു, ഇങ്ങനെ ജോലിക്കിടയിൽ നിന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നീ ഈ ജോലി വിട്ട് വേറെ പരിപാടി പിടിച്ചു. ഒരുപാടായല്ലോ കേൾക്കുന്നു. ഷാക്കിബിനും ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അടുത്ത ദിവസം മുതൽ കൂലിപ്പണിക്കാരെ കൊണ്ടുപോകുന്ന കൂലിപ്പണിക്കാർ ജോലിക്കിരിക്കുന്ന സ്ഥലത്ത് ഷാക്കിബും ചെന്നിരുന്നു. ആദ്യം ഒരു വാഹനം എത്തി. അതിൽ കുറച്ച് കൂലിപ്പണിക്കാർ കയറിപ്പോയി. ഷാക്കിബിന് അവസരം ലഭിച്ചില്ല. രണ്ടാമത് വന്ന വണ്ടിയിൽ കയറിപ്പറ്റാൻ ഒരു തരത്തിൽ ഷാക്കിബിന് കഴിഞ്ഞു. ഷാക്കിബ് അന്ന് പോയത് ഒരു കൺസ്ട്രക്ഷൻ വർക്കിനായിരുന്നു. ഒരു ഫിലിം സെറ്റിന്റെ വർക്ക് നടക്കുകയാണ്. അന്ന് പകല് മുതൽ വൈകുന്നേരം വരെ ഷാക്കിബ് ജോലി ചെയ്തു. അതിനുള്ള പ്രതിഫലവും വൈകിട്ട് കിട്ടി. ജോലി തീർന്നിട്ടില്ല. അടുത്ത ദിവസവും അവിടെ തുടർന്ന് ജോലിയുണ്ട്. ഷാക്കിബ് അന്ന് തിരികെ താൻ താമസിക്കുന്ന ഇടത്തെത്തി. മാലിന്യ കൂമ്പാരം പോലുള്ള ഒരിടമായിരുന്നു അത്. എന്തായാലും അന്നവിടെ കഴിഞ്ഞുകൂട്ടി. അടുത്ത ദിവസം പഴയ ഇടത്തേക്ക് തന്നെ ഷാക്കിബ് ജോലിക്ക് ചെന്നു. അന്നും വളരെയധികം കഷ്ടപ്പെട്ട് ഷാക്കിബ് ജോലി ചെയ്തു. പക്ഷേ ജോലി ചെയ്താൽ നല്ല പ്രതിഫലമുണ്ട്. മാത്രമല്ല ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഷാക്കിബ് അതിൽ തൃപ്തനായിരുന്നു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ നുസ്രാത്തി എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അന്നത്തോടെ അവിടുത്തെ ജോലി കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാക്കിബ് നുസ്രാത്തിയുടെ അടുത്തു ചെന്നു. എന്നിട്ട് ചോദിച്ചു, നാളെയും എനിക്കിവിടെ ജോലി ഉണ്ടാകുമോ? ഉടൻ നുസ്രാത്തിയുടെ മറുചോദ്യം എത്തി, നിങ്ങൾ എവിടെയാ താമസം? എനിക്ക് സ്വന്തമായി വീടൊന്നുമില്ല. ഭൂകമ്പത്തിൽ എന്റെ ഭാര്യയും മകനുമൊക്കെ കൊല്ലപ്പെട്ടതാണ്. ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ ഒരു മൂലയ്ക്കാണ് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കാറുള്ളത്. ഷാക്കിബ് മറുപടി പറഞ്ഞു. നുസ്രാത്തി പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഹസൻ എന്ന വ്യക്തിയെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഒരു കസിൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവനോട് വരണ്ടെന്ന് പറഞ്ഞേരെ. ദാ ഇയാളില്ലേ, ഇയാളെ അവിടെ ജോലിക്കായി എടുത്തു. ഇയാള് ഇവിടെയാ തങ്ങാൻ പോകുന്നത്. അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തേക്ക്. പോകുന്നതിനു മുമ്പ് നുസ്രാത്തി ഷാക്കിബിന് ഒരു വാണിംഗും കൊടുത്തു. ഷാക്കിബ് അവിടെ താമസിക്കുമ്പോ കൂട്ടുകാരും മറ്റുള്ളവരും വന്ന് ഇവിടെ കൂടി അത് വലിയ ബുദ്ധിമുട്ടായി മാറിയേക്കരുത്. ഹസൻ ഷാക്കിബിനെ സെറ്റിന്റെ അകത്തേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ ഒരു ഇരുട്ടുമുറിയുണ്ട്. കറണ്ടൊന്നും തയ്യാറാക്കപ്പെട്ടിട്ടില്ല. തൽക്കാലം അവിടെ തങ്ങിക്കോളാൻ ഹസൻ ഷാക്കിബിനോട് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും താൻ റെഡ് ഹൗസിലുണ്ടാകും എന്നും ഹസൻ പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഷാക്കിബ് അവിടെ തങ്ങി. അടുത്ത ദിവസം പുലർച്ചെ എഴുന്നേറ്റ് ഓരോരോ ജോലികൾ അയാൾ ചെയ്യാൻ തുടങ്ങി. ക്യാൻറ്റീനിലെ ജോലി മുതൽ എടുപിടി ജോലികൾ വരെ അയാൾ ചെയ്തുകൊണ്ടിരുന്നു. കൂലിപ്പണിക്കാരായ നിരവധി പേർ പുറത്ത് പലതരം ജോലികളിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ സിനിമയുടെ ക്രൂ അങ്ങോട്ടേക്ക് വന്നത്. ആ ജോലിക്കാരെയൊക്കെ വേഗം വന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയത്. ക്രൂ മെമ്പേഴ്സ് കൂലിപ്പണിക്കാരോട് വസ്ത്രം മാറാൻ പറഞ്ഞു. അവർ തടവ് പുള്ളികളുടെ യൂണിഫോം പോലത്തെ വസ്ത്രം അവർക്ക് കൈമാറിയിരുന്നു. എന്താ നടക്കുന്നത് എന്ന് ഷാക്കിബിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും കാര്യങ്ങൾ വ്യക്തമായി. വേൾഡ് വാർ 2ഉം ഹോളോകോസ്റ്റും ഒക്കെ ഭാഗമാകുന്ന ചലച്ചിത്രമാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ജൂതരായി അഭിനയിക്കുന്ന കുറച്ചാളുകളുടെ കുറവുണ്ടായിരുന്നു. അതിന് പകരം ആ കൂലിപ്പണിക്കാരെ അഭിനയിപ്പിക്കാനാണ് ഡയറക്ടറും ക്രൂ മെമ്പേഴ്സും തീരുമാനിച്ചത്. അതായിരുന്നു അവരെ വസ്ത്രം മാറ്റി ഷൂട്ടിങ്ങിനായി അകത്തേക്ക് കൊണ്ടുപോയത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കൂട്ടക്കൊലയും മറ്റും ചിത്രീകരിക്കപ്പെട്ടപ്പോ അതിലൊരാളായി ഷാക്കിബും അഭിനയിച്ചു. അന്നത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞതും ബാക്കി ജോലികൾക്കായി അവരെ പറഞ്ഞയച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവരും ആ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ജോലിക്കിടയിൽ വീണ്ടും അവർ മുകളിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. അടുത്ത ഷോട്ട് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വണ്ടി വന്നു. വണ്ടിയിൽ നിന്ന് പൊക്കം കുറഞ്ഞ
ഹിറ്റ്ലറുടെ വേഷം ധരിച്ച അഭിനേതാവ് ഇറങ്ങി വന്നു. അയാളുടെ രൂപവും വേഷവുമൊക്കെ കണ്ട് ഷാക്കിബും അവിടെയുണ്ടായിരുന്ന മറ്റ് കൂലിപ്പണിക്കാരും ഉള്ളിലായി ചിരിച്ചു. മൊത്തത്തില് തമാശയാണല്ലോ, ഇത് വല്ല കോമഡി സിനിമയായിരിക്കും എന്ന മട്ടിലായിരുന്നു ഷാക്കിബും മറ്റുള്ളവരും ചിന്തിച്ചിരുന്നത്. വേൾഡ് വാർ 2 പറ്റിയോ ഹിറ്റ്ലറെ പറ്റിയോ ഒന്നും അവർക്കറിവേ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഷൂട്ടിനിടയിൽ ഹിറ്റ്ലറായി അഭിനയിക്കുന്ന വ്യക്തി വീണത്. അയാൾക്ക് പരിക്കേറ്റിരുന്നു. അസിസ്റ്റന്റായ നെതയുടെ സഹായത്തോടെ ഉടനടി അയാൾ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അന്ന് വൈകുന്നേരം നല്ല മഴ പെയ്തിരുന്നു. ഷാക്കിബ് അന്ന് ലതാനെ വീഡിയോ കോൾ ചെയ്തു. താനിപ്പോ ഒരു ഫിലിമിന്റെ സെറ്റിലാണെന്നും ഇവിടെ ജോലി ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് ലതാനെ കാണാൻ വരാൻ പറ്റാതെ പോയത് എന്നും ഷാക്കിബ് ലതാനോട് പറഞ്ഞു. അവന്റെ ജീവിതം ആ ഫിലിം സെറ്റിലായി മാറിക്കഴിഞ്ഞിരുന്നു. പകൽ മുഴുവൻ ഫിലിം സെറ്റിൽ ജോലികൾ ചെയ്യും, രാത്രി അവിടെ തന്നെ തങ്ങും. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ മുകളിൽ നിന്ന് വെള്ളമിറ്റ് വീണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഷാക്കിബ് നേരിട്ടു. ആ വിവരം നെതയോട് പറയുവാൻ വേണ്ടി ഷാക്കിബ് അങ്ങോട്ടേക്ക് ചെന്നു. ഇതേസമയം നെതയാകട്ടെ നൊസ്രാത്തിയോട് ഹിറ്റ്ലറായി അഭിനയിച്ച ആ വ്യക്തി തുടർന്ന് അഭിനയിക്കാൻ വരില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. നൊസ്രാത്തി ആകെ ദേഷ്യത്തിലായി. അയാൾ അഭിനയിച്ചേ പറ്റൂ, ഷൂട്ടിംഗ് മുടക്കാൻ സാധിക്കില്ല, വലിയ നഷ്ടം വരും. നൊസ്രാത്തി ഒറ്റക്കാലിൽ ഉറച്ചു നിന്നു. പിന്നാലെ നൊസ്രാത്തിക്ക് അടുത്തേക്ക് ഷാക്കിബ് നടന്നു ചെന്നു. രാത്രിയിൽ വെള്ളമിറ്റ് വീഴുന്നതും അവിടെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും നൊസ്രാത്തിയോട് പറഞ്ഞു. നൊസ്രാത്തിയാണെങ്കിൽ ഹിറ്റ്ലറായി അഭിനയിക്കുന്ന ആ വ്യക്തിയെത്താത്ത ആ ഒരു ദേഷ്യത്തിലുമായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വന്നു. ഷാക്കിബിനെ ഡയറക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടക്കുകയായിരുന്നു. നേത ആ കൂട്ടത്തിൽ നിന്നും ഷാക്കിബിനെ മുന്നോട്ടേക്ക് വിളിച്ചു. ഷാക്കിബ് ഹിറ്റ്ലറിനെ അവതരിപ്പിക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നേത പറഞ്ഞു. നൊസ്രാത്തി അതോടെ ഷാക്കിബിന്റെ മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഷാക്കിബിന് പക്ഷേ അതിലൊട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. താൻ ശരിയാവില്ല, ഞാനൊരു ആക്ടർ ഒന്നുമല്ല, ആ കൂട്ടത്തിൽ മറ്റാരെങ്കിലും എടുത്താ പോരെ എന്നൊക്കെ ഷാക്കിബ് ചോദിച്ചെങ്കിലും ഷാക്കിബിന്റെ കാര്യത്തിൽ നേത ഉറച്ചു നിന്നു. തനിക്ക് കാണാപ്പാടം പഠിച്ച് ഡയലോഗ് പറയാനൊന്നും അറിയില്ല എന്ന് ഷാക്കിബ് പറഞ്ഞപ്പോ അതൊന്നും പേടിക്കണ്ട, ഞങ്ങൾ ഡബ് ചെയ്തോളാം എന്നായിരുന്നു നേതയുടെ മറുപടി. അധികം വൈകാതെ അവർ ഷാക്കിബിന്റെ മേക്കപ്പ് ടെസ്റ്റ് നടത്തി. ഹിറ്റ്ലറുടെ വേഷത്തിൽ ഷാക്കിബ് ഗംഭീരമായിരുന്നു. അന്ന് രാത്രിയിൽ ഷാക്കിബ് ലതാനെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഷാക്കിബിന്റെ ഷേവ് ചെയ്ത് ഹിറ്റ്ലർ മീശയൊക്കെ വെച്ചിട്ടുള്ള രൂപം കണ്ട് ലതാൻ ചിരിയോടെ ഇതെന്താ എന്ന മട്ടിൽ ചോദിച്ചു. സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്ന് ഷാക്കിബ് മറുപടി പറഞ്ഞു. ലതാനോട് അങ്ങനെ സംസാരിക്കുമ്പോ ഭാരങ്ങൾ മുഴുവൻ ഇറങ്ങിപ്പോകുന്ന പോലെ ഷാക്കിബിനെപ്പോഴും തോന്നുമായിരുന്നു. ഷാക്കിബ് ഇപ്പോൾ പ്രധാന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഷാക്കിബിന്റെ താമസം റെഡ് ഹൗസിലേക്ക് മാറ്റപ്പെട്ടു. ഹസന് അതൊന്നും അത്ര പിടിച്ചിരുന്നില്ല. റെഡ് ഹൗസിൽ താമസിക്കാനെത്തിയ ഷാക്കിബിനെ കണ്ട് ഹസൻ ചിരിച്ചു. നിന്നെ കണ്ട ഹിറ്റ്ലറെ പോലൊന്നുമില്ല, എന്തിനാ വെറുതെ വിഡ്ഢിയാവാൻ വേണ്ടി ഇങ്ങനെ വരുന്നത്? ഹസൻ ചോദിച്ചു. നുസ്രാത്തി ഉണ്ടല്ലോ, നല്ലൊരു ആക്ടറെ എടുക്കാം എന്നാ പറഞ്ഞോണ്ടിരുന്നേ. ആ ഡയറക്ടറുടെ തീരുമാനമാ നിന്നെ ഹിറ്റ്ലറാക്കാം എന്നുള്ളത്. ഒരു പണി ചെയ്യ്, നീ പോയിട്ട് നിനക്ക് ഈ റോൾ അഭിനയിക്കാൻ പറ്റില്ല എന്നങ്ങ് പറ, അതായിരിക്കും നിനക്ക് നല്ലത്. അന്ന് രാത്രി ഷാക്കിബ് കുറെ ആലോചിച്ചു. ലതാൻ പോലും അവന്റെ മീശ കണ്ട് കളിയാക്കിയതാണ്. ഒടുവിൽ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ച അയാൾ തന്റെ ആ കപ്പട മീശ വടിച്ചു. പക്ഷേ അടുത്ത ദിവസമാണ് വലിയ പ്രശ്നമായത്. ഷാക്കിബ് കോൺട്രാക്റ്റിലായിരുന്നെന്നും ആക്ടിംഗ് തീരുന്നവരെ മീശ വടിക്കാൻ പാടില്ല എന്നറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച് നുസ്രാത്തി ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇനി അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയാൽ തങ്ങൾക്ക് ഷാക്കിബിനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും എന്നുകൂടി നുസ്രാത്തി പറഞ്ഞതും ആ പാവ മനുഷ്യൻ ഭയപ്പെട്ടു. ഒന്നും വേണ്ട, താൻ വെപ്പുമീശ വെച്ചിട്ടാണെങ്കിലും അഭിനയിച്ചോളാം എന്ന് ഷാക്കിബ് പറഞ്ഞു. അധികം വൈകാതെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഷാക്കിബിന്റെ ഷോട്ട് 10 ഷോട്ടുകൾ പോയി. എന്നിട്ടും നല്ലതൊന്ന് ഷാക്കിബിന് അതുവരെ ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഹിറ്റ്ലറിനെ പോലെ ക്രൂരമായ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഷാക്കിബിന് വരുന്നേ ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു പാവ മനുഷ്യനാണല്ലോ. പിന്നാലെ ഡയറക്ടർ വിളിച്ച് ഷാക്കിബിനോട് സംസാരിച്ചു. ഷാക്കിബ് അഭിനയിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ ഒരു വ്യക്തിയുടെ റോളാണ്. നിരവധി പേരെ കൊന്നൊടുക്കിയപ്പോൾ പോലും അയാളുടെ കൈ പോലും വിറച്ചിട്ടില്ല. ഡയറക്ടർ പറഞ്ഞുകൊടുത്തത് ഷാക്കിബിന് കുറച്ചൊക്കെ മനസ്സിലായി. ജീവിതത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് സ്വയം ദേഷ്യത്തിലായ ഷാക്കിബ് ആ ദേഷ്യം അഭിനയിച്ചു. ഷോട്ട് നന്നായി വന്നു. അന്ന് രാത്രിയിൽ ഷാക്കിബ് ലതാനെ വിളിച്ച് സംസാരിച്ചു. താനിപ്പോൾ താമസിക്കുന്ന മനോഹരമായ ആ മുറി കാണിച്ചു കൊടുത്തു. തന്നെ ഇപ്പോൾ കൂലിവേലയിൽ നിന്ന് വിലക്കിയിരിക്കുകയാണെന്നും തനിക്കിപ്പോൾ സുഖമാണെന്നും അഭിനയിച്ചാൽ മാത്രം മതി എന്നും ഷാക്കിബ് ലതാനോട് പറഞ്ഞു. അടുത്ത ദിവസം ഷൂട്ടിംഗ് ഏറെക്കുറെ അവസാനിക്കാറായ സമയത്ത് ഷാക്കിബിന് ലതാന്റെ ഫോൺ കോൾ വന്നു. വീഡിയോ കോളിൽ ലതാൻ കരയുകയായിരുന്നു. എന്താ കാര്യമെന്ന് ഷാക്കിബ് ചോദിച്ചപ്പോ തനിക്കുടൻ ഷാക്കിബിനെ നേരിൽ കാണണം എന്ന് ലതാൻ പറഞ്ഞു. അതോടെ ഷാക്കിബിനും സങ്കടമായി. ഷാക്കിബ് നുസ്രാത്തിയുമായി സംസാരിച്ചു. തനിക്കൊന്ന് പുറത്തു പോകേണ്ടതുണ്ട്, വേഗത്തിൽ പുറത്തെ പരിപാടികൾ തീർത്ത് താൻ തിരികെ എത്തിക്കോളാം ഷാക്കിബ് പറഞ്ഞു. നുസ്രാത്തി അതിന് അനുവദിക്കുകയും ചെയ്തു. ഷാക്കിബ് അങ്ങനെ ലതാനെ കാണുവാൻ വേണ്ടി ചെന്നു. ലതാൻ തന്റെ സങ്കടങ്ങൾ ഷാക്കിബിനോട് പറഞ്ഞു. വേശ്യാലയത്തിന്റെ ആളുകൾ അവൾക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു.
രാത്രിയും പകലുമില്ലാതെ അവളെ കൊണ്ട് ജോലിയെടുപ്പിക്കലാണ് അവരുടെ പ്രധാന ലക്ഷ്യം. എല്ലാം കൊണ്ടും താനിപ്പോൾ തന്നെ തന്നെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. വേദനയോടെ ലതാൻ ഷാക്കിബിനോട് അറിയിച്ചു. ഷാക്കിബ് ചോദിച്ചു, അവിടം വിട്ടിറങ്ങിയ നീ എങ്ങോട്ട് പോകും? തെരുവിലുറങ്ങാൻ നിനക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂടെ? അത് കേട്ടതും ഷാക്കിബ് പെട്ടെന്ന് വല്ലാതായി. നുസ്രാത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഫ്രണ്ട്സിനെയോ മറ്റോ കൊണ്ടുചെല്ലരുതെന്ന്. അവളുടെ അവസ്ഥയാണെങ്കിൽ പരിതാപകരവും. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ഷാക്കിബ് ശ്രമിച്ചു. പക്ഷെ ഒരു പരിധിക്കപ്പുറം അവളോടത് പറയാൻ അയാൾക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ താൻ കൂടെ വരാമെന്നും അവിടെ എങ്ങനെയെങ്കിലും ഒളിച്ചു നിന്നോളാമെന്നും കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ഒക്കെ ആയിക്കോളും എന്നൊക്കെ പറയുകയാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഷാക്കിബ് അതിനെ സമ്മതിച്ചു. അവളെയും കൂട്ടി ഷാക്കിബ് സെറ്റിലേക്ക് എത്തി. രാത്രിയാവുന്നവരെ കാത്തിരുന്ന് രാത്രിയായപ്പോഴായിരുന്നു ഇരുട്ടിന്റെ മറവിൽ അവർ അകത്ത് കടന്നത്. കാര്യം മറ്റുള്ളവർ കണ്ടാൽ പ്രശ്നമാണല്ലോ. അങ്ങനെ സെറ്റിനുള്ളിലെ റെഡ് ഹൗസ് എന്ന ഭാഗത്ത് ഷാക്കിബിന് താമസിക്കാൻ കൊടുത്ത റൂമിൽ അവരെത്തി. സെറ്റാണെങ്കിലും അതിമനോഹരമായ ആ റൂം കണ്ട് ലതാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നാണ് ഹസൻ വരുന്ന ശബ്ദം കേട്ടത്. അതോടെ ലതാൻ റൂമിന് വെളിയിലിറങ്ങി മറഞ്ഞു നിന്നു. ഹസൻ എത്തി ഷാക്കിബിനോട് സംസാരിച്ചു. അന്ന് രാത്രിയിൽ ഹസൻ അവിടാണ് തങ്ങാൻ പോകുന്നത്. ലതാന് അകത്തേക്ക് വരാൻ സാധിക്കില്ല. ലതാന് പക്ഷേ അതിൽ പ്രശ്നമൊന്നും തോന്നിയില്ല. താനിവിടെ പുറത്തു തങ്ങിക്കോളാം എന്നവൾ പറഞ്ഞു. അന്നത്തെ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം വീണ്ടും ഷൂട്ടിംഗ് നടക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ഷാക്കിബ് അഭിനയിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണ സമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഷാക്കിബിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ലതാൻ അവിടെ വിശന്നിരിക്കുകയായിരിക്കും. ഷാക്കിബ് എപ്പോഴും ചിന്തിച്ചു, കഴിക്കുന്ന ഭക്ഷണത്തിൽ കേടുപറ്റാതെ ഒരു ഭാഗം മാറ്റിവെച്ച് ലതാനെ കൊണ്ടുപോകാൻ ഷാക്കിബ് പദ്ധതിയിട്ടു. അത്തരത്തിൽ ഭക്ഷണവുമായി അവൻ പോവാൻ തുടങ്ങിയപ്പോ അവിടുണ്ടായിരുന്നൊരു വ്യക്തി ചോദിച്ചു, ഇയാളിതെങ്ങോട്ടായി ഭക്ഷണവുമായി പോകുന്നേ? ഷാക്കിബ് പറഞ്ഞു, അവിടെ ഒരു നായുണ്ട്, അതിന് കൊടുക്കാൻ പോകുവാണ്. അയാൾ ഒട്ടും മടിച്ചില്ല. അയാളുടെ വേസ്റ്റ് ഭക്ഷണമൊക്കെ ഷാക്കിബ് കൊണ്ടുപോകാൻ വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഇട്ടു. ഷാക്കിബിന് വലിയ ദുഃഖം തോന്നി. സങ്കടത്തിൽ കുറച്ചു കഴിഞ്ഞ് ആ ഭക്ഷണം ഷാക്കിബ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നാലെ ലതാന്റെ അടുത്തേക്ക് എത്തി. ലതാനോട് ഷാക്കിബ് സംസാരിച്ചു. ഇവിടെ അധികം നാൾ തുടരാൻ സാധിക്കില്ല, അപകടമാണ്. ഇവിടെ നിന്ന് നീ മറ്റെങ്ങോട്ടേക്കെങ്കിലും പോകുന്നതാവും നല്ലത്. ഉടൻ ലതാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്ന തരത്തിൽ ഇവിടെയുള്ളവരോട് പറ, അപ്പോ പ്രശ്നമുണ്ടാവില്ലല്ലോ. പക്ഷെ അയാൾ പറഞ്ഞു, ഞാൻ മുമ്പേ തന്നെ എന്റെ ഭാര്യയും കൊച്ചും ഭൂകമ്പത്തിൽ മരിച്ച കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. പിന്നാലെ രണ്ടുപേർ ഷാക്കിബിനെ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. അവർ ആ വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരാണ്. ഫാർഷിദ് എന്നും റഹീം എന്നുമാണ് അവരുടെ പേരുകൾ. ലതാനും ഷാക്കിബും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നവർക്കറിയാമായിരുന്നു. ലതാനെ തിരക്കിയാണ് അവരുടെ വരവ്. പക്ഷേ ഷാക്കിബ് തനിക്ക് ലതാനെ പറ്റി ഒരറിവുമില്ല എന്ന് പറഞ്ഞവരെ മടക്കി അയച്ചു. ലതാൻ വിളിക്കുകയാണെങ്കിലോ മറ്റോ തങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ മടങ്ങിയത്. കൂട്ടത്തിൽ തങ്ങളിടയ്ക്ക് വരുമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. അതുകൂടി കേട്ടതോടെ ഷാക്കിബിന് കൂടുതൽ ഭയം അനുഭവപ്പെട്ടു. ലതാനെ സംരക്ഷിക്കാൻ ദൂരേക്ക് പറഞ്ഞുവിടുന്നതും ബുദ്ധിയല്ല. ഷാക്കിബ് ഒടുവിൽ ഒരു കാര്യം തീരുമാനിച്ചു. അവൻ താമസിക്കുന്ന റെഡ് ഹൗസിന്റെ നിലത്തെ പലക ഇളക്കി മാറ്റി അതിനുള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ അവളെ താമസിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. പിന്നാലെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. താൻ ഇങ്ങോട്ടേക്ക് വരുന്ന വിവരം വേശ്യാലയത്തിലെ ഒരു സ്ത്രീയോട് പറഞ്ഞിരുന്നു എന്ന കാര്യം അവൾ പറഞ്ഞപ്പോ ഷാക്കിബ് കൂടുതൽ ഭയപ്പെട്ടു. ഷാക്കിബ് പറഞ്ഞു, ഇവിടെ ഇനി തുടരുന്നത് അപകടമാണ്. ടെഹ്റാനിൽ പറ്റിയൊരിടം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നീ അങ്ങോട്ടേക്ക് പോകണം. അത് കേട്ടതും ലതാൻ വല്ലാതെ ദുഃഖത്തിലായി. അവൾക്ക് അങ്ങോട്ടേക്ക് പോവണമെന്നേയില്ല. അന്ന് രാത്രിയിൽ എന്നാലും ഷാക്കിബ് ലതാനെയും കൂട്ടി ബസ് സ്റ്റേഷനിലെത്തി. പക്ഷെ ലതാന്റെ ഭാവവും അവളുടെ സങ്കടവും ഒക്കെ കണ്ടപ്പോ അവളെ അങ്ങനെ വിടുവാൻ ഷാക്കിബിന് തോന്നിയില്ല. ഷാക്കിബ് അവളെ തിരികെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അവർ തിരികെ എത്തുമ്പോഴേക്കും അവിടെ അതിനോടകം ഫർഷിദും റഹീമും കയറിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അവർ ലതാനെ പിടികൂടി ഷാക്കിബിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ ഷാക്കിബിനെ തല്ലിയ ശേഷം ലതാനെ കൂട്ടി പോവാൻ അവർ ആരംഭിച്ചപ്പോ ഷാക്കിബ് അവരോട് അപേക്ഷിച്ചു, അവളെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നീ 100 മില്യൺ തന്നിട്ട് ഇവളെ അങ്ങോട്ടേക്ക് എടുത്തോ എന്നായിരുന്നു അവർ പറഞ്ഞത്. 100 മില്യൺ ഇറാനിയൻ റിയൽ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. ഒരു ദിവസത്തിനുള്ളിൽ അത് തരണമെന്നും ഇല്ലെങ്കിൽ ഇവളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫർഷിദും റഹീമും അവിടെ നിന്ന് മടങ്ങിയത്. ഷാക്കിബും ലതാനും വല്ലാത്ത ദുഃഖത്തിലായി. ഒരു ദിവസം കൊണ്ട് അത്രയും പണം എവിടെ നിന്ന് സമ്പാദിക്കാനാണ്? ലതാന് ഷാക്കിബിന്റെ അവസ്ഥയിൽ ദുഃഖം തോന്നി. ഞാൻ കാരണം നിങ്ങളും അനുഭവിക്കേണ്ടെന്നും ഞാൻ തിരികെ പൊക്കോളാം എന്നും അവൾ പറഞ്ഞു. പക്ഷേ ഷാക്കിബിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം എന്ന് ഷാക്കിബ് പറഞ്ഞു. അടുത്ത ദിവസം ഷാക്കിബ് വലിയ ആലോചനയിലായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സമയം അങ്ങോട്ടേക്ക് തന്ന ഷാക്കിബ് നദയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവളോടായി പറഞ്ഞു, എനിക്കിനിയും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മ ആശുപത്രി
ആശുപത്രിയിലാണ്. ചികിത്സയ്ക്ക് 100 മില്യൺ റിയാല് വേണം. ആ വിവരം വൈകാതെ പ്രൊഡ്യൂസർ നുസ്രാത്തിയുടെ അടുത്തെത്തി. നുസ്രാത്തി ഷാക്കിബിനെ വിളിച്ച് 20 മില്യൺ കൊടുത്തു. തുടർന്ന് അഭിനയിക്കണമെന്നും ഇപ്പോൾ തന്നെ 25 ബില്യൺ റിയാലോളം ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയെന്നും ഷൂട്ടിംഗ് മുടങ്ങാൻ പാടില്ല എന്നും ഷാക്കിബിനോട് പറഞ്ഞു. 20 മില്യൺ എങ്കിൽ 20 മില്യൺ. കിട്ടിയ സന്തോഷം ഷാക്കിബിനുണ്ടായിരുന്നു. ഷാക്കിബ് തിരികെ ലതാന്റെ അരികിലെത്തി ആ കാര്യം പറഞ്ഞു. പക്ഷേ 100 മില്യൺ ആണല്ലോ ഫർഷിദും റഹീമും ആവശ്യപ്പെട്ടിരിക്കുന്നത്, എന്തു ചെയ്യുമെന്ന് അവൾ ചോദിച്ചപ്പോൾ ഷാക്കിബ് പറഞ്ഞു, ആദ്യം ഇത് കൊടുക്കും, എന്നിട്ട് ഞാൻ അവരോട് സാവകാശം ചോദിക്കും. അവർ തരുമെന്നാണ് പ്രതീക്ഷ. ലതാന് പക്ഷേ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. എന്നിരുന്നാലും സംസാരിക്കുമ്പോൾ ലതാൻ തന്റെ ഒരു വളയൂരി കൊടുത്തു. ഇത് വിറ്റ് അതും കൂടി അതിനൊപ്പം ചേർത്തോളൂ, എന്തെങ്കിലും കൂടി ആവുമല്ലോ എന്നവൾ പറഞ്ഞു. പക്ഷേ ഷാക്കിബ് അത് വേണ്ട, അത് നീ തന്നെ ധരിച്ചോളൂ എന്നായിരുന്നു പറഞ്ഞത്. അവൾക്കൊപ്പം നല്ലൊരു ഭാവി ജീവിതം ഷാക്കിബ് സ്വപ്നം കാണാൻ ആരംഭിച്ചിരുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങൾ ഒരിക്കൽ ഇല്ലാതായിപ്പോയ മനുഷ്യനാണ് വീണ്ടും ജീവിതം മുമ്പിലേക്ക് ലതാന്റെ രൂപത്തിൽ പ്രതീക്ഷകൾ എത്തിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ മറ്റുള്ളവർ എത്തുന്നതിനു മുമ്പേ ലതാന പതിവ് പോലെ സെറ്റിന്റെ ഫ്ലോറിനടിയിലെ ഭാഗത്തൊളിപ്പിച്ച് ഫർഷിദിനെ കാണുവാൻ വേണ്ടി ഷക്കീബ് പുറപ്പെട്ടു. യാത്രയ്ക്കൊടുവിൽ അവൻ ഫർഷിദിനടുക്കൽ എത്തിച്ചേർന്നു. ആ ചെക്ക് കൊടുത്തു. ബാക്കി പണം 2 ദിവസത്തിനുള്ളിൽ തരണമെന്നായിരുന്നു ഫർഷിദ് പറഞ്ഞത്. തിരികെ പോരുമ്പോൾ എന്നാലും ഷാക്കിബിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു സന്തോഷവും. പോരുന്ന വഴിയിൽ അവർ സഞ്ചരിച്ചിരുന്ന ബസ് ബ്രേക്ക് ഡൌൺ ആയി. ദൂരെ നിന്നും ഞെട്ടലോടൊരു പൊട്ടിത്തൊരു ശബ്ദം ഷാക്കിബ് അപ്പോൾ കേട്ടു. നോക്കുമ്പോൾ കണ്ടത് അവരുടെ ആ സെറ്റ് കത്തിയെരിയുന്നതാണ്. ഒരു നിമിഷം ഷാക്കിബിന്റെ ശ്വാസം നിലച്ചു. ലതാനെ പറ്റിയുള്ള ഓർമ്മകൾ, ചിന്തകൾ അവന്റെ ഉള്ളിലേക്ക് വന്നു. അതേ സെറ്റിൽ, അതേ കെട്ടിടത്തിലാണല്ലോ ലതാൻ ഉണ്ടായിരുന്നത്, അതും ബേസ്മെന്റിൽ. അവിടെ നിന്ന് മറ്റാരെങ്കിലും സഹായിക്കാതെ പുറത്തു കടക്കാൻ അവൾക്ക് സാധിക്കുകയേയില്ല. സെറ്റിലുള്ള മറ്റുള്ളവർക്കാർക്കും തന്നെ അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നറിവ് പോലുമില്ല. ഷാക്കിബ് ഓടി സെറ്റിനടുത്തേക്ക് ചെന്നു. മുഴുവൻ സെറ്റും സ്ഫോടനത്തിന് വിധേയമായി കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ലതാൻ അതിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കും എന്ന് ഷാക്കിബ് ഉറപ്പിച്ചു. ആ എക്സ്പ്ലോഷനും തീപിടുത്തവുമെല്ലാം സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരുന്നു. ഷാക്കിബിന് ശ്വാസം മുട്ടുന്ന പോലെ അനുഭവപ്പെട്ടു. ഉള്ളിൽ വല്ലാത്ത ഭാരം. നടന്ന കാര്യങ്ങൾ താൻ ആരോട് പറയും? ആ കെട്ടിടത്തിനുള്ളിൽ ഒരു സ്ത്രീയുണ്ടായിരുന്നു എന്ന വിവരം താനെങ്ങനെ പങ്കുവെക്കും? ഷാക്കിബിന് ഒരു പിടുത്തവും കിട്ടിയില്ല. വേദന കൊണ്ട് ഷാക്കിബിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലതാന് മാറിയിരുന്ന് ഷാക്കിബ് വിളിച്ചെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. കത്തിയരിന് അവളും ചാരമായി മാറിയിരിക്കാം. അവന്റെ ഹൃദയത്തിൽ ആരോ മൂർച്ചയുള്ള ആയുധം കുത്തിയിറുക്കുന്ന പോലെ അനുഭവപ്പെട്ടു. സമയം രാത്രിയായി. അവിടെ നിന്നും ഏവരും പിരിഞ്ഞുപോയിരുന്നു. ഷാക്കിബ് അപ്പോഴും ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കത്തിയേരിന് അവശേഷിച്ച് ആ റെഡ് ഹൌസിന് സമീപം തന്നെ നിലകൊണ്ടു. ലതാന്റെ മുഖം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അന്ന് അവിടുള്ള മറ്റൊരു ഷെഡിൽ കിടന്ന് ആ ദിവസം അവൻ ചെലവഴിച്ചു. പിന്നാലെ ഷൂട്ടിംഗ് ബാക്കിയുണ്ടായിരുന്നു. അതിനായി അവൻ അണിഞ്ഞൊരുങ്ങാൻ ആരംഭിച്ചു. ലതാനെ വിളിച്ചെങ്കിലും ലതാൻ കോൾ എടുക്കുന്നില്ല. ലതാന്റെ മരണത്തിന് താനാണ് ഉത്തരവാദി എന്ന മട്ടിൽ അവൻ സ്വയം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. മേക്കപ്പിനിരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ മുഴുവൻ ഭാരമായിരുന്നു. സഹിക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഷാക്കിബ് തന്റെ കൈ അറുത്തു. ഉടനടി ആരോ കണ്ടതുകൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ആശുപത്രിയിലേക്ക് നേത എത്തിച്ചേർന്നിരുന്നു. ഇപ്പോഴും ഷാക്കിബിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരു വ്യക്തിയാണല്ലോ നേത. എന്താണ് കാര്യമെന്ന് ഷാക്കിബിനോട് നേത അന്വേഷിച്ചു. പക്ഷേ ഷാക്കിബിന് ആരോടുമൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലവൻ ഒരുക്കിക്കൊണ്ടിരുന്നു. പിന്നാലെ നുസ്രാത്തിയെ കണ്ട് അത് പറയാൻ അവൻ ഉറപ്പിച്ചു. ഒടുവിൽ ഉള്ള ധൈര്യം വീണ്ടെടുത്ത് നുസ്രാത്തിക്കടുത്ത് അവൻ പറഞ്ഞു, നിങ്ങൾ ആ സെറ്റ് എക്സ്പ്ലോഷന് വിധേയമാക്കിയപ്പോ അതിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾ കൊല്ലപ്പെട്ടു. പക്ഷേ നുസ്രാത്തി ഷാക്കിബ് പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ഷാക്കിബ് മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്ന തരത്തിലായിരുന്നു നുസ്രാത്തി പറഞ്ഞത്. തന്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ നുസ്രാത്തിയുമായി ഷാക്കിബ് സെറ്റിലേക്ക് പോയി. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവിടെ കാണിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഒരുപാട് അവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അതൊന്നും നീക്കം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നുസ്രാത്തിക്ക് ദേഷ്യം വന്നു. നുസ്രാത്തി പറഞ്ഞു, നമുക്ക് രാവിലെ JCB കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇവിടം പരിശോധിക്കാം. തൽക്കാലം ഇപ്പോ നീ ഒന്നടങ്ങ്, നേതയ്ക്കൊപ്പം ഹോട്ടലിലേക്ക് പോ. അങ്ങനെ രാത്രിയിൽ നേത അവനുമായി ഹോട്ടലിലേക്ക് തിരികെ എത്തി. ഷാക്കിബിന്റെ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് നേതയ്ക്ക് ദുഃഖമുണ്ട്. ഷാക്കിബ് അന്നവരോട് കാര്യങ്ങൾ പറഞ്ഞു. തന്നെ സെറ്റിൽ അന്വേഷിച്ചു വന്ന 2 പേരുണ്ടല്ലോ, അവരാ പെൺകുട്ടിയുടെ പിന്നാലെയായിരുന്നു. അവരിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ പണം വാങ്ങി പോയതുപോലും. നുസ്രാത്തി ഷാക്കിബുമായി സംസാരിച്ചു.
അവരുടെ അഡ്രസ് വാങ്ങി അവർ തിരികെ സെറ്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അടുത്ത ദിവസം പുലർച്ചെ ഷാക്കിബ് സെറ്റിലേക്ക് എത്തി. പക്ഷേ അപ്പോഴേക്കും JCBയും ട്രക്കും എത്തി അവിടുത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പകുതിയായി കഴിഞ്ഞിരുന്നു. ഷാക്കിബ് അത് കണ്ടതും വല്ലാതെ ദേഷ്യപ്പെട്ടു. നുസ്രാത്തി പറഞ്ഞിരുന്നത് നാളെ അവന്റെ മുമ്പിൽ വെച്ച് അവശിഷ്ടങ്ങൾ എടുക്കാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ വരുന്നതിന് മുമ്പേ അവർ ഓരോ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. ദേഷ്യം വന്ന ഷാക്കിബ് നുസ്രാത്തിയെ തല്ലാൻ തുടങ്ങി. സെറ്റിന് തീ വെക്കുന്ന കാര്യം പോലും തന്നോടാരും പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു രോഷം മൂണ്ട് അവൻ നുസ്രാത്തിയെ തല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ നുസ്രാത്തിയാകട്ടെ വളരെ കണ്ണിങ്ങായ സെൽഫിഷായ മനുഷ്യനായിരുന്നു. ഷാക്കിബ് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. സിനിമയ്ക്ക് മറ്റൊന്നും സംഭവിക്കാതിരിക്കാനും തെളിവുകളില്ലാതിരിക്കാനും വേണ്ടി അയാൾ പ്രവർത്തിച്ചതായിരുന്നു ഇപ്പോൾ നടക്കുന്നതത്രയും. രാവിലെ തന്നെ എല്ലാ വസ്തുക്കളും അയാൾ അവിടുന്ന് നീക്കം ചെയ്തു. മറ്റുള്ളവർ ഷാക്കിബിനെ പിടിച്ചുമാറ്റാൻ നോക്കി. ഷാക്കിബിനും മർദ്ദനമേറ്റു. ഷാക്കിബ് ഒടുവിൽ അവിടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു സെറ്റിൽ എക്സ്പ്ലോഷൻ സംഭവിച്ചപ്പോ അതിൽപ്പെട്ട് ഒരു ലേഡി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ അവിടെയുള്ള ആരും തന്നെ ഷാക്കിബിന്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ല. ഷാക്കിബിനെ പരിഗണിച്ചു പോലുമില്ല. എല്ലാവരും ഷാക്കിബിന് മാനസിക പ്രശ്നമാണ് എന്ന തരത്തിലായിരുന്നു പറഞ്ഞത്. നെതയ്ക്ക് മാത്രമേ ഷാക്കിബ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് നേത ഷാക്കിബിനോട് സംസാരിച്ചു. ലതാനൊന്നും പറ്റിയിട്ടില്ലെന്നും അവൾ വേശ്യാലയത്തിലേക്ക് തന്നെ തിരികെ പോയെന്നും നേത പറഞ്ഞു. ഫാർഷിദിന് ഫോൺ വിളിച്ചുകൊടുത്ത് ഫാർഷിദുമായി നേത ഷാക്കിബിനെ സംസാരിപ്പിക്കുകയും ചെയ്തു. ഫാർഷിദും പറഞ്ഞത് അത് തന്നെയാണ്. ലതാൻ വേശ്യാലയത്തിലേക്ക് മടങ്ങിയെത്തി ഇവിടുണ്ട്. പക്ഷേ ഷാക്കിബിന് എല്ലാവരും നുണ പറയുന്ന പോലായിരുന്നു അനുഭവപ്പെട്ടത്. നുസ്രാത്തി ഫാർഷിദിനെ പോയി കണ്ട് പണം കൊടുത്തിട്ടുണ്ടാകും, തെളിവുകൾ അട്ടിമറിച്ചിട്ടുണ്ടാകും. ഷാക്കിബ് ചിന്തിച്ചു ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആരും അതിന് വില കൽപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ അതൊരു തമാശയാണ്. ഷാക്കിബ് ഉരുകിക്കൊണ്ടിരുന്നു. ലതാന്റെ മൃതദേഹം കിട്ടിയിട്ടുണ്ടാകുമെന്നും അത് നുസ്രാത്തി അടക്കം മറ്റെങ്ങോട്ടേക്കോ മാറ്റിയിട്ടുണ്ടാകും എന്നും ഷാക്കിബ് ഊഹിച്ചു. തന്റെ സംശയങ്ങൾ അവൻ പറഞ്ഞതും നേത ഷാക്കിബിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ വേശ്യാലയത്തിൽ പോയി കാര്യങ്ങൾ തിരക്ക്, സത്യാവസ്ഥ ബോധ്യപ്പെടും. അവിടെ നിന്ന് പോയ ഷാക്കിബ് അങ്ങനെ ഫാർഷിദിനെ നേരിട്ട് കണ്ടു. ഫാർഷിദിനോട് കാര്യങ്ങൾ ചോദിച്ചു. കുറെ നിർബന്ധിച്ചപ്പോ ഫാർഷിദ് സത്യങ്ങൾ പറഞ്ഞു. ലതാൻ തിരികെ വേശ്യാലയത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല. ആ ഡയറക്ടറും പ്രൊഡ്യൂസറും വന്നിരുന്നു. അവര് പണം തന്നു. ഇങ്ങനൊക്കെ പറയാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കുരുങ്ങാൻ എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതവിടെ ഉപേക്ഷിച്ചു. നീയും ഇതൊക്കെ ഉപേക്ഷിക്കുന്നതാ നല്ലത്, ഫാർഷിദ് ഷാക്കിബിനോട് പറഞ്ഞു. ഷാക്കിബ് തിരികെ എത്തി. നുസ്രാത്തിയോട് ദേഷ്യപ്പെട്ടു. താൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുവാണെന്ന് പറഞ്ഞു. പക്ഷേ നുസ്രാത്തിക്കൊരു കൂസലുമുണ്ടായിരുന്നില്ല. നുസ്രാത്തി ഷാക്കിബുമായുള്ള കോൺട്രാക്ട് കാണിച്ചു പറഞ്ഞു ഈ കോൺട്രാക്ട് നീ നോക്കിക്കോ. എന്റെ പടമെങ്ങാനും മുടങ്ങിയ ഇതുവരെ ചിലവായ 23 ബില്യൺ നീ തിരികെ തരേണ്ടി വരും. നീ കണ്ണടച്ച ഒരു പ്രശ്നവുമുണ്ടാവില്ല. ഒക്കെ ഇവിടെ അവസാനിക്കും. ബാക്കി കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. നിനക്കും പ്രശ്നങ്ങൾ വരില്ല. ഷാക്കിബ് എന്തു വേണമെന്ന് ആലോചിച്ചു. അയാളുടെ മനസ്സ് തകർന്നിരുന്നു. പക്ഷേ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. ഉള്ളുകിടന്നൊരുകുകയാണ്. ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. തന്നെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവാൻ പോലും തന്നെ കൊണ്ട് സാധിക്കുന്നില്ല. പണവും പിടിപാടുമുള്ള നുസ്രാത്തിയെ പോലുള്ളവർ എല്ലാം കീഴ്മേൽ മറിക്കും. ഒക്കെയും തന്റെ തലയിലാകും. ഷാക്കിബ് ഒടുവിൽ ഒരു ഡോക്ടറെ കാണാൻ പോവാൻ തീരുമാനിച്ചു. ശരീരത്തിലേറ്റ പരിക്കുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അവിടെ ഇരിക്കുമ്പോ ഡോക്ടർ മാറിയ തക്കത്തിന് ഡോക്ടറിന്റെ മുറിയിലുണ്ടായിരുന്ന വിഷക്കുപ്പി ഷാക്കിബ് കരസ്ഥപ്പെടുത്തി. ഷാക്കിബ് പിന്നാലെ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. നേത അവിടെ ഉണ്ടായിരുന്നു. ലതാനെ പറ്റി നേത ചോദിച്ചു. ഷാക്കിബ് പക്ഷേ നേതയോട് കള്ളം പറഞ്ഞു. അവളിപ്പോഴും ആ വേശ്യാലയത്തിലുണ്ടെന്ന്. ഷാക്കിബ് പിന്നാലെ ബെഡിൽ പോയി കിടന്നു. ആലോചനയിലാണ്ടു. എന്തൊക്കെയോ അവൻ ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിലൊരു പ്രഹേളിക തന്നെ രൂപം കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം എത്തി. പതിവ് പോലെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു. ഷാക്കിബ് മേക്കപ്പ് ചെയ്ത് തയ്യാറായി. പക്ഷേ അന്ന് അതുവരെയുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഷാക്കിബിന്റെ ഭാവത്തിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ ക്രൂരനായ ഒരു വ്യക്തിയുടെ എല്ലാ ചേഷ്ടകളും ഉണ്ടായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വൃദ്ധനായ ഒരു കൂലിപ്പണിക്കാരൻ കടന്നു വന്നു. അയാൾക്ക് പുറത്ത് കത്തിയേറിന സെറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു വള കിട്ടിയിരുന്നു. ആ വള ഷാക്കിബ് നോക്കിക്കണ്ടു. അത് ലതാന്റെ വളയാണ്. ഷാക്കിബ് തിരിച്ചറിഞ്ഞു. ഷാക്കിബ് അത് വാങ്ങി അവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി. അവിടെ ഒരു കുഴി കുത്തി അത് മണ്ണിട്ട് മൂടി. വല്ലാത്തൊരു വേദന ഷാക്കിബിൽ ആ സമയം നിറഞ്ഞിരുന്നു. വല്ലാത്തൊരു വെറിയും അവന്റെ ഉള്ളിൽ ഉണർന്നു വന്നു. അവന്റെ കണ്ണിൽ മറ്റുള്ളതിനോടുള്ള ഭയം ഇല്ലാതായി കഴിഞ്ഞിരുന്നു. വല്ലാത്തൊരു വെറിയും വെറുപ്പും മാത്രം ആ കണ്ണുകളിൽ നിലകൊള്ളുന്നു. ആ സമയമാണ് ഡോക്ടർ ആ സെറ്റിലേക്ക് വന്നത്. ഡോക്ടർ ഷാക്കിബിനടുക്കൽ പറഞ്ഞു നിങ്ങൾ വന്നുപോയ ശേഷം എന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷക്കുപ്പി കാണാനില്ല. അത് നിങ്ങളാണോ എടുത്തത്? ഷാക്കിബ് അല്ലെന്ന് പറഞ്ഞു. പിന്നാലെ
കൂടാതെ ഷാക്കിബിന്റെ പെരുമാറ്റത്തിലും മറ്റും സംശയം തോന്നിയ ഡോക്ടർ ഇവിടെയുള്ള എല്ലാവരോടും താൻ അക്കാര്യം പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ഷാക്കിബ് അയാളെ പിടികൂടി ശക്തമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഷാക്കിബ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഒരു കൊലപാതകം ചെയ്തതിന്റെ പേടിയോ ഭയമോ ഒന്നും തന്നെ അവനിൽ കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. നിസ്സംഗത തെളിഞ്ഞു നിന്നു. ഉള്ളിൽ ലോകത്തോട് തന്നെയുള്ള ശത്രുത, വെറുപ്പ്, വെറി, വിദ്വേഷം. ഷാക്കിബ് മുമ്പോട്ടേക്ക് നടന്നു. ഫിലിം സെറ്റിന്റെ മെസ്സിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വാതിലിന്റെ ഭാഗത്തെത്തി നിന്ന് ഷാക്കിബ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ അവനും പോയി അവിടെ ഒരു കസേരയിൽ ഇരിക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരിൽ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ഷാക്കിബിന്റെ കണ്ണുകളിൽ അത് വലിയൊരു സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. സാധാരണക്കാരനായ വളരെ പാവമായിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ലോകത്തോട് തന്നെ വെറുപ്പുള്ള, കുറ്റബോധം തൊട്ടുതീണ്ടാത്ത ഒരു മനുഷ്യനായി മാറി എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രീകരണമായിരുന്നു ഈ ചലച്ചിത്രം. അർത്ഥവത്തായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.